പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വൃത്തങ്ങൾ എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഈ കാക്കൊല്ല പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്വാർട്ടർലി എക്സാമിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ എളുപ്പവഴിയിലുള്ള ഉത്തരങ്ങളും അതാണ് ഇപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇനി വൃത്തങ്ങളിൽ 2 മാർക്കിൻ്റെ ചോദ്യം, അത് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, വരയ്ക്കലടക്കം 5 മാർക്കും ഉണ്ട്. നമുക്ക് നോക്കാം. ഓ വൃത്തകേന്ദ്രം എ ബി വ്യാസം. ചോദ്യം എ സി ബി എ ബി സി എന്നിവ കാണുക. കോൺ എ സി ബി കോൺ എ ബി സി എന്നിവ കാണുക. 2 മാർക്കിന്റെ എ സി ബി എ ബി എ സി ആണ് തന്നിരിക്കുന്നത്. കോൺ എ ആണ് തന്നിരിക്കുന്നത് 35. ഇത് വ്യാസമായതുകൊണ്ട് അർദ്ധവൃത്തം എന്ന് നമുക്ക് പഠിക്കാം. ഇറ്റ്സ് എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് ഓൾവേസ് 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ കോൺ സി, അതായത് കോൺ എ സി ബി 90, എല്ലായ്പ്പോഴും 90. ആലോചിക്കാനൊന്നുമില്ല. ഇനി എ ബി സി അല്ലെങ്കിൽ ബി, ഒരു ത്രികോണത്തിന്റെ 3 കോണ് കൂട്ടിയിട്ടാൽ 180 ഒരു കോൺ അല്ലെങ്കിലേ 90. അപ്പൊ ബാക്കി 180 നിന്ന് 90 കുറച്ചാൽ 90. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാൽ 90. These two angles added to get 90. So B is 90 minus 35, 55. ഇത് രണ്ടും കൂട്ടിയാൽ 90. ഒന്നുകൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ചെയ്തേക്കാം. ഈ കോൺ 50 ആണെങ്കിൽ ഇപ്പുറത്താണ് തന്നിരിക്കുന്നത്. ഈ 2 തന്നെയാണ് ചോദിക്കുക. ഒന്ന് സിയും ചോദിക്കും, മറ്റത് എയും ചോദിക്കും. നോക്കോളൂ, സി എപ്പോഴും 90, എ ഇത് രണ്ടും കൂട്ടിയിട്ടാ 90. 90 50 കുറച്ചാൽ 40. ഇത് ഷോർട്ട് ആൻസർ ടൈപ്പ് 2 മാർക്കിന്റെ ചോദ്യം. അതിൽ തന്നെ 3 മാർക്കിന്റെ അതിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എന്തായി? ഒരു ത്രികോണാകൃതിയിലെ ഒരു ചോദ്യം. ഇവിടെ ഒരു 120 എന്തെങ്കിലും അളവ് തന്നിട്ടുണ്ടാവും, ഇവിടെ 90 തന്നിട്ടുണ്ടാവും. കോൺ R എന്നാണ് അതിന്റെ പേര്, അതിൽ 60 എന്നും തന്നിട്ടുണ്ട്. 3 കോണുകൾ ക്രമത്തിൽ തന്നിട്ടുണ്ട്. ഇതിലെ ചോദ്യം എ ബി വ്യാസമായ വൃത്തത്തിൽ പി ക്യു ആർ ഇവയുടെ സ്ഥാനം കാണുക എന്നാണ്. റൈറ്റ് ദ പൊസിഷൻ ഓഫ് പി ക്യു ആൻഡ് ആർ ഓൺ എ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. എ ബി വ്യാസം ഇവിടെ ഓർമ്മിച്ച് വെക്കാം, നല്ല എളുപ്പ. പി എത്ര ഡിഗ്രിയാ നോക്കുക. 90 ആണെങ്കിൽ വൃത്തത്തിലെ ബിന്ദു, 90-ൽ താഴെയാണെങ്കിൽ വൃത്തത്തിന് പുറത്ത്, 90-ന് മുകളിലാണെങ്കിൽ വൃത്തത്തിന് അകത്ത്. If the given measurement is 90 degree, the point is on the circle. On the circle. If it is below 90, it is outside the circle. And if it is above 90, it is inside the circle. ഓർമ്മിച്ച് വെക്കാം. അപ്പൊ 120 90-ന് മുകളിലാണ്, അതുകൊണ്ട് ഇൻസൈഡ് ദ സർക്കിൾ, വൃത്തത്തിനകത്താണ്. വ്യക്തമായില്ലേ? 90 ആണ് ക്യൂ. ഇറ്റ് ഈസ് ഓൺ ദ സർക്കിൾ, വൃത്തത്തിലെ ബിന്ദു, വൃത്തത്തിലെ ബിന്ദുവാണ്. ഇനി ആർ 60 ഡിഗ്രി, അത് 90-ന്റെ താഴെ, താഴെ എന്ന് പറയുമ്പോ വൃത്തത്തിന് പുറത്ത്. 60 R വൃത്തത്തിന് പുറത്ത്, 90 ക്യൂ വൃത്തത്തിലെ ബിന്ദു, 120 90-ന്റെ മുകളിൽ വൃത്തത്തിന് അകത്ത്. ഇത് ഇൻസൈഡ്, ഇത് ഓൺ ദ സർക്കിൾ ആൻഡ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ്. ഇസ് ഇറ്റ് ഓവർ? അങ്ങനെ ഒരു ചോദ്യം ഉണ്ട്. 3 മാർക്കാ സാധാരണ പതിവ്. ഇസ് ഇറ്റ് ഓവർ? നെക്സ്റ്റ്, വൃത്തം തന്നിട്ടുണ്ട്, കേന്ദ്രം തന്നിട്ടുണ്ട്. ഇതിനും 3 മാർക്കിലാണ് വരിക. ചിത്രം അവർ തന്നിട്ടുണ്ടാവും. ഈ കോണാണ് അതിൽ തരുന്നുണ്ടാവും 20. അല്ല, ആ സ്ഥാനം നോക്കി വെച്ചോളൂ. Where is 20? That is OAC. OAC എന്ന് പറഞ്ഞ കോണാണ് 20. ഇത് ആരങ്ങളാണ് OA OC. 8ാം ക്ലാസ്സിൽ ഈ ഇടതുവശത്ത് 20 ആണെങ്കിൽ വലതുവശത്തും 20 എന്ന് പഠിക്കാൻ. ഈ 2 കോണുകൾ തുല്യം. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾസ് ആർ ഈക്വൽ. അത് അറിഞ്ഞില്ലെങ്കിലും സ്ഥാനം വ്യക്തമായിട്ട് അറിയണം.
ഇത് 20 തന്ന അതും 20ആണ്. ചോദ്യങ്ങള് 3 എണ്ണാണ്. AOC കാണുക, AOC. ABC കാണുക മുകളിൽ, ADC കാണുക താഴെ. 20ഉം 20ഉം 40ആണ് ഈ രണ്ടെണ്ണം. ത്രികോണത്തിന്റെ 3 കോണ് കൂട്ടിയിട്ട 180ആണ്. അപ്പൊ AOC 180ന്ന് 220 അവിടെ കാണാണ്ട്. 220 40, 140 കിട്ടും. The given two angles are 20 and 20. The remaining is the third angle, that is 180 minus 40 equal to 140. ഇവിടെ 140 കിട്ടി. നമ്മളെ ഒരു ഉത്തരം കിട്ടി. അതിന്റെ പകുതിയാണ് ഇവിടെ. ഇതിന്റെ പകുതി അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി. ഓർമ്മിച്ച് വെച്ചോട്ടോ. കോൺ ABC-യുടെ ഇരട്ടിയാണ് കേന്ദ്രകോൺ. ഒരു ചാപത്തിലെ കോൺ മറുഖണ്ഡത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതി. നിങ്ങൾക്ക് ആ ആശയാ വേണ്ടത്. അതായത് 140ന്റെ പകുതി ABC. 140 divided by 2 70. മുകളിലത്തെ കിട്ടി. ഒന്നും കൂടെ, ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ 20, 20 20ഉം 40, ബാക്കി ത്രികോണത്തിലേക്ക് 140. അതിന്റെ പകുതി ഇവിടെ, ഇതിന്റെ പകുതി അവിടെ. അല്ലെങ്കിൽ ചില ചോദ്യത്തിൽ ഇതിന്റെ ഇരട്ടി ഇങ്ങോട്ടൊന്നും എടുക്കും. അത് കഴിഞ്ഞു. ഇനി ABCD വൃത്തത്തില ബിന്ദുക്കൾ, ചക്രീയ ചതുർഭുജം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർകോണുകൾ അനുപൂരകം. അനുപൂരകം സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ 180. അപ്പോ അടിയിലത്തെ കോണ്, അതാണ് മൂന്നാമത്തെ ചോദ്യം. ADC. കോൺ ADC 180ന്ന് മുകളിലത്തെ 70 കുറയ്ക്കുക, 110. ശരിയാവണം. ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കിട്ടും. ഇത് രണ്ടും കിട്ടിയാൽ മൂന്നാമത്തെ കോണ് കിട്ടും. അതിന്റെ പകുതി ഇവിടെ. 180ന്ന് ആ 70 കുറച്ചാൽ മൂന്നാമത്തെ ഉത്തരവും കിട്ടും.